മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ ഗുരുതര ആരോപണവുമായി പി.വി. അൻവർ എം.എൽ.എ. ആർ.എസ്.എസ് നേതാക്കളുമായി എ.ഡി.ജി.പി എം.ആർ. അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയ ഇന്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി പൂഴ്ത്തിയെന്ന് പറയുകയാണ് അൻവർ. മുഖ്യമന്ത്രി അറിയിക്കാതിരിക്കാനാണ് റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത്. മുഖ്യമന്ത്രിയുടെ അടുത്ത് കാര്യങ്ങൾ എത്തുന്നില്ലെന്നും പി ശശി എന്ന ബാരിക്കേഡിൽ തട്ടി കാര്യങ്ങൾ നിൽക്കുകയാണെന്നും പി.വി. അൻവർ ആരോപിച്ചു. ആർ.എസ്.എസിന്റെ നേതാവിനെ എ.ഡി.ജി.പി അജിത് കുമാർ കണ്ടതുമായി ബന്ധപ്പെട്ട് ഇന്റലിജൻസ് റിപ്പോർട്ട് ആ സമയത്ത് തന്നെ നൽകിയിരുന്നെന്നും എന്നിട്ടും എന്താണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിൽ നടപടിയെടുക്കാതിരുന്നത് എന്നും കഴിഞ്ഞ ഒരു 3-4 ദിവസമായി സംസ്ഥാനത്ത് ചർച്ചയാണ്. ഈ കേസുമായുള്ള ബന്ധപ്പെട്ട എൻ്റെ അന്വേഷണത്തിൽ ആ ഇന്റലിജൻസ് റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു. പൂഴ്ത്തിയത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ഇത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടരുത് എന്ന് ഉദ്ദേശിച്ച എ.ഡി.ജി.പി അജിത് കുമാറും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന പാർട്ടിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായിരിക്കും അത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിശ്വസിച്ചവർ അദ്ദേഹത്തെ ചതിച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹം പരിപൂർണമായും പരിശോധിക്കുകയാണ്. അജിത് കുമാറിൻ്റെ കാര്യത്തിലായാലും മറ്റുള്ളവരുടെ കാര്യത്തിലായാലും അദ്ദേഹം വിശ്വസിച്ചവരെ വല്ലാണ്ട് വിശ്വസിച്ചു. അവരെ അവിശ്വസിക്കണമെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ ലോകം ഒന്നായിട്ട് കുലുങ്ങിയാലും അദ്ദേഹം അതിന് കുലുങ്ങൂല. അത് അദ്ദേഹത്തിന്റെ പ്രകൃതമാണ്. അദ്ദേഹത്തിന് ബോധ്യപ്പെടണം. സന്ദീപാനന്ദയുടെ ആശ്രമം കത്തിച്ചത്, കേസ് അട്ടിമറിച്ചത് പോലീസാണെന്നും പി.വി. അൻവർ ആരോപിച്ചു. ആർ.എസ്.എസ് നേതാക്കൾക്ക് പങ്കുള്ള കേസിൽ അത് അന്വേഷിക്കാൻ പോലീസ് തയ്യാറായില്ല. പോലീസിലെ ആർ.എസ്.എസ് സംഘമാണ് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നതെന്നും പി.വി. അൻവർ പറയുന്നു. ഈ സന്ദീപാനന്ദഗിരിയുടെ കേസുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ഈ പാർട്ടിയും ഗവൺമെന്റും പ്രതിസന്ധിയിലായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. സന്ദീപാനന്ദഗിരിയാണ് ഇത് കത്തിച്ചത്. അദ്ദേഹം പേരെടുക്കാനും പ്രശസ്തി ഉണ്ടാക്കാനും കേരളം അത് ചർച്ച ചെയ്യാനും വേണ്ടിയിട്ട് ചെയ്തതാണ് എന്ന ഭാഷ്യത്തിലായിരുന്നു പോലീസിന്റെ 1-ാം ഘട്ടം. അപ്പോൾ ഈ പോലീസിലെ ഒരു ആർ.എസ്.എസ് സംഘം എത്രത്തോളം ഈ ഗവൺമെന്റിനെ പ്രതിസന്ധിയിലാക്കാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ പോലീസ് റിപ്പോർട്ട്. ഈ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരിൽ ഒരു DYSP ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ഈ കേസിലെ 1-ാം ഘട്ടത്തിൽ ഈ കേസിനെ തിരിച്ചുവിടുന്നതിന് നേതൃത്വം നൽകിയത്. BJPയുടെ ബൂത്ത് ഏജന്റാണ് ഈ പറയുന്ന വ്യക്തി. വിപിൻ സി വിജയൻ ചേരുന്നു. വിപിൻ, ഇന്നലെ മലപ്പുറത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അഴിച്ചുപണി ഉണ്ടായപ്പോൾ അത് അൻവറിനെ ഒന്ന് സമാധാനിപ്പിക്കാനാണ് എന്നൊരു അറസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അറസ്റ്റ് ശരിയാണെങ്കിലും അല്ലെങ്കിലും അൻവർ പിന്നോട്ടേക്ക് പോകുന്നില്ല. കൂടുതൽ ആരോപണങ്ങളുമായി പി ശശിക്കെതിരെ നേർക്കുനേർ അറ്റാക്ക് ചെയ്യുന്ന തരത്തിലേക്ക് കൂടുതൽ ഷാർപ്പായ രംഗത്ത് വരുന്നു അൻവർ ഇന്ന്. വിപിൻ. അതെ ആഷ്മി, ഇപ്പോൾ ഈ പറഞ്ഞ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. കാരണം ഈ മലപ്പുറത്ത് നിന്നും പോലീസുകാരെ പൂർണ്ണമായും മാറ്റിയത് അത് അൻവറിന് വേണ്ടിയിട്ടാണ്, അൻവറിനെ തടുപ്പിക്കാനാണ് എന്നുള്ള ഒരു നരേഷൻ ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു. അതിൽ അൻവറിന്റെ മറുപടി എനിക്കൊരു ആശ്വാസമുണ്ട് എന്നുള്ളതാണ്. ഈ പോലീസുകാരെയൊക്കെ മാറ്റിയതിൽ ആശ്വാസമുണ്ട്, എന്നാൽ ഞാൻ സന്തുഷ്ടനല്ല, കാരണം ഇനിയും ഈ വിഷയത്തിൽ മുന്നോട്ട് പോകാനുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞത്. ഒപ്പം തന്നെ അദ്ദേഹം ആരോപണങ്ങളുടെ മൂർച്ച കൂട്ടുകയാണ്. കുറച്ചുകൂടി കൃത്യമായി അത് പൊളിറ്റിക്കൽ സെക്രട്ടറിയിലേക്ക് തന്നെ എത്തുന്ന രീതിയിലാണ് അദ്ദേഹം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുകയും ചെയ്തത്. ഒപ്പം തന്നെ പാർട്ടിയിലായാലും സർക്കാരിലായാലും പി.വി. അൻവറുമായി ബന്ധപ്പെട്ട ഈ അദ്ദേഹം ഉയർത്തുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഓരോ ചെറിയ നീക്കങ്ങളും അദ്ദേഹം ശ്രദ്ധിക്കുകയും അതിനെ സംബന്ധിച്ച് കൃത്യമായി തന്നെ പറയുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ 24-മായി LDF കൺവീനർ സംസാരിച്ചിരുന്നു. ഈ സംസാരത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അൻവർ പരാതിയായി ഒന്നും തന്നിട്ടില്ല, പാർട്ടിക്ക് മുൻപിൽ പി ശശിക്കെതിരെ യാതൊരു വിധത്തിലുള്ള പരാതിയുമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അതിന് പി.വി. അൻവറിന്റെ മറുപടി എഴുതി കൊടുത്തിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്, എഴുതി കൊടുക്കും. അതിനായി 2 ദിവസത്തിനകം തന്നെ ഇവിടെ തിരുവനന്തപുരത്തേക്ക് പോവുകയും പാർട്ടി സെക്രട്ടറിക്ക് പരാതി രേഖാമൂലം കൊടുക്കുകയും ചെയ്യുന്ന എന്നുള്ളതാണ്. അതായത് പാർട്ടിയെ ഒരു നടപടിയെടുക്കാവുന്ന തരത്തിലേക്ക് സമ്മർദ്ദത്തിലാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിന്റെ കൂടി ഫലമായിട്ടായിരിക്കണം അദ്ദേഹം ഇനി പരാതിയായി തന്നെ എഴുതി കൊടുക്കും. ഒപ്പം ഈ പോലീസിലുള്ള ആർ.എസ്.എസ് സംഘത്തെക്കുറിച്ച് കൂടിയാണ് അദ്ദേഹം ഇന്ന് ആരോപണം ഉന്നയിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയുന്നത് ഒന്ന് സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസുമായി ബന്ധപ്പെട്ടതാണ്. അന്ന് പല രീതിയിലുള്ള ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നു. അത് CPM പ്രവർത്തകർ തന്നെ ചെയ്തു എന്നുള്ള ഊഹാപോഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഓരോ കോൾ ലിസ്റ്റ് അടക്കം എടുക്കുന്നതിൽ പോലീസ് കാണിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു RSS അജണ്ട ഉണ്ട് എന്നുള്ള ആരോപണമാണ് ഇന്ന് അദ്ദേഹം ഉന്നയിച്ചത്. പക്ഷേ ഈ റിപ്പോർട്ടുകളൊന്നും മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുകയും ചെയ്യുന്നത്. മുഖ്യമന്ത്രിക്ക് ചുറ്റും നിൽക്കുന്ന അദ്ദേഹത്തിന്റെ വിശ്വസ്തരായിട്ടുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറി ആയാലും ADGP ആയാലും അവർ അദ്ദേഹത്തെ ചതിക്കുന്നു, അദ്ദേഹം ഇതൊന്നും
ഒന്നും അറിയുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ഒന്നും അറിയുന്നില്ല. അദ്ദേഹം ഇത് അറിയുന്ന നിമിഷം അദ്ദേഹം നടപടി എടുക്കുകയും ചെയ്യും. പക്ഷേ അദ്ദേഹം നിലവിൽ ഇതൊന്നും അറിയുന്നില്ല എന്നുള്ള രീതിക്ക് മാത്രമാണ് അദ്ദേഹം പറയുന്നത്. ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാറ്റണം എന്നുള്ള ആവശ്യം അദ്ദേഹം ഇന്നലെ തന്നെ ഉന്നയിച്ചിരുന്നു. ഒപ്പം ഇപ്പോൾ ഈ ADGP RSS കൂടിക്കാഴ്ച നടന്നു എന്നുള്ള കാര്യം ഇന്റലിജൻസ് റിപ്പോർട്ട് എവിടെ എന്നുള്ളതുണ്ടായിരുന്നു. ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് നോക്കേണ്ടതും അതിൽ നടപടി എടുക്കേണ്ടതും ആ കാര്യങ്ങൾ സർക്കാരിനെ കൃത്യമായി ബോധിപ്പിക്കേണ്ടതും പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ചുമതലയാണ്. പക്ഷേ പൊളിറ്റിക്കൽ സെക്രട്ടറി ആ കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഇതൊക്കെ പരാജയമാണ്. മാത്രമല്ല ഒരു ബാരിക്കേഡ് പോലെ മുഖ്യമന്ത്രിയുടെ മുന്നിൽ നിൽക്കുകയാണ് ശശി. ഒന്നും അങ്ങോട്ടേക്ക് എത്തിക്കുന്നില്ല. ശശി വരെ എത്തി അത് താഴ്ന്നു പോകുന്നു എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആശ്രമം കത്തിച്ച കേസിലടക്കം CPM നേതാക്കളെ കൊടുക്കാനും BJP RSS നേതാക്കളെ സംരക്ഷിക്കാനും പോലീസിലെ RSS സംഘം ശ്രമിച്ചു എന്നത് ഇന്റലിജൻസ് റിപ്പോർട്ടടക്കം അതിന്റെ തെളിവടക്കം പറഞ്ഞുകൊണ്ട് പറയുകയാണ് അൻവർ. എന്തായാലും അൻവർ പറയുന്ന കാര്യങ്ങൾ ഭീകരമാണ്, ഞെട്ടിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. മുഖ്യമന്ത്രി ഒന്നും അറിയുന്നില്ല എന്നാണ് അൻവർ ഇപ്പോഴും പറയുന്നത്.